ഈരാറ്റുപേട്ടയിൽ നിന്നും 14 കിലോമീറ്റർ, വാഗമണിൽ നിന്നും 25 കിലോമീറ്റർ. തിക്കോയിൽ നിന്ന് അടുക്കം പോകുന്ന റോഡിലൂടെ വന്നാൽ മാർമല വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഈ വഴിയിലേക്ക് തിരിയാം. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പ്രയാണത്തിലേക്ക് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാഗമണിൽ നിന്നും മടങ്ങുന്ന വഴിയിലാണ് മാർമല വെള്ളച്ചാട്ടത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. പിന്നീട് ഒരിക്കലും ഇത്രയും ദൂരം വരാൻ സാധിക്കുമോ എന്ന തീർച്ചയില്ലാത്തതിനാൽ ഈ വെള്ളച്ചാട്ടം കൂടെ കണ്ടിട്ട് മടങ്ങാം. മഴക്കാലം അല്ലാത്തതിനാൽ വെള്ളച്ചാട്ടം എത്രത്തോളം ആസ്വാദ്യകരമായിരിക്കും എന്നൊരാശങ്കയുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും റബ്ബർ തോട്ടങ്ങൾ കാണുന്നു. ജനവാസം ഉണ്ടെന്നാണ് തോന്നുന്നത്, പക്ഷേ വീടുകളൊന്നും കാണുന്നില്ല. വെള്ളച്ചാട്ടത്തിലെത്താൻ മെയിൻ റോഡിൽ നിന്നും ഉദ്ദേശം 3 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണമെന്ന് അറിയുന്നു. വെള്ളച്ചാട്ടത്തിനടുത്തുള്ള പാർക്കിംഗ് സ്ഥലത്തെത്തി. ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ദൂരെ മലമുകളിൽ ഒരു വാല് പോലെ വെള്ളച്ചാട്ടം കാണുന്നു. അതുതന്നെയായിരിക്കും ഞാൻ കാണാൻ വന്ന മാർമല വെള്ളച്ചാട്ടം. ഒരു മരത്തിൻ്റെ തണലത്ത് കാറ് പാർക്ക് ചെയ്ത് ഞാൻ ടിക്കറ്റ് കൗണ്ടറുള്ള പ്രവേശന കവാടത്തിലേക്ക്. ഏറ്റവും അപകടകരമായ സ്ഥലം, വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നതും നീന്തുന്നതും നിരോധിച്ചിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് ബോർഡുകൾ പല സ്ഥലങ്ങളിലും വെച്ചിരിക്കുന്നു. 30 രൂപ പ്രവേശന പാസ് എടുത്ത് വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നടന്നു. ശുദ്ധവായു ശ്വസിച്ച് ചീവീടുകളുടെയും ചെറുപക്ഷികളുടെയും ശബ്ദങ്ങൾ കേട്ട് ഈ മൺവഴിയിലൂടെ നടക്കുമ്പോൾ ഒരു സുഖം. മഴക്കാലങ്ങളിൽ ശക്തിയായി വെള്ളം ഒഴുകുന്ന ഈ വഴികളിലൂടെ നടക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. മീനച്ചിലാറിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നതോ അതോ മീനച്ചിലാറിലേക്ക് ഒഴുകിയെത്തുന്നതോ? വാഗമൺ തിക്കോയി മലനിരകളിൽ നിന്നും ഇതുപോലെ ധാരാളം അരുവികൾ ഉത്ഭവിക്കുന്നു. അവ കൂടിച്ചേർന്ന് മഴക്കാലങ്ങളിൽ പാലാ പട്ടണത്തെ വെള്ളത്തിനടിയിലാക്കുന്ന സംഹാരരൂപിണിയായ മീനച്ചിലാറായി മാറുന്നു. വഴികാട്ടിയായി ഈ ബോർഡ് പല വലുപ്പത്തിൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള നടപ്പാതയിൽ കാണാം. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും 1-1.5 കിലോമീറ്റർ ഈ ഒറ്റയടിപ്പാതയിലൂടെ നടക്കണം. വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തുമ്പോൾ ധാരാളം വലിയ പാറക്കൂട്ടങ്ങൾ. അതിന് മുകളിലൂടെ കാല് തെന്നാതെ സൂക്ഷിച്ച് മുന്നോട്ട്. വലിയ മഴക്കാലങ്ങളിൽ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ അതിശക്തമായി വെള്ളം ഒഴുകുന്നതിൻ്റെ അടയാളങ്ങൾ കാണാം.
വെള്ളച്ചാട്ടങ്ങൾ പൊതുവെ അപകട സാധ്യതയുള്ളതിനാലായിരിക്കാം ഇവിടെ പ്രകൃതി ഒരുക്കിയ കാഠിന്യമേറിയ ഒരു വഴിയാണ് മാർമല വെള്ളച്ചാട്ടത്തിലേക്ക്. ഓരോ ചുവടും സൂക്ഷിച്ചു നടക്കണം. സ്ഥിരമായി സഞ്ചാരികൾ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നടക്കുന്ന വഴി. വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് വരുന്ന ഓരോ സഞ്ചാരികൾക്കുമുള്ള മുന്നറിയിപ്പ് ഒരു പാറയുടെ അടിയിൽ മലയാളത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അനവധി ജീവനുകൾ പൊലിഞ്ഞ സ്ഥലം, അടുത്തത് നിങ്ങളാവരുത്. അരുവിയുടെ പല ഭാഗങ്ങളും ആഴമേറിയതും അള്ളുകൾ നിറഞ്ഞതുമാണ്. അള്ളുകളെന്ന് ഉദ്ദേശിക്കുന്നത് മൂർച്ചയുള്ള കൽച്ചീളുകൾ എന്ന് വിചാരിക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നവരും നീന്തൽ വശമില്ലാത്തവരും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങരുത്. പാറകളിൽ വഴുക്കൽ ഉള്ളതിനാൽ സൂക്ഷിക്കുക. മലമ്പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ശക്തമായ മഴ മൂലം ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ മഴക്കാലങ്ങളിൽ അരുവിയിൽ ഇറങ്ങരുത്. ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ധാരാളം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സഞ്ചാരികൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ മുന്നറിയിപ്പ് ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങി മറ്റു ഭാഷകളിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. വളരെ കുറച്ച് മാത്രം സഞ്ചാരികൾ ഓരോ പാറയുടെയും മുകളിൽ കയറി പുറകിൽ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത വരുന്ന വിധത്തിൽ ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. തിക്കോയി പഞ്ചായത്ത് നിയോഗിച്ച സുരക്ഷാ ഗാർഡുകൾ ഓരോ സഞ്ചാരികളും പാറക്കെട്ടുകൾക്കപ്പുറത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തുന്നു. പക്ഷേ ഈ പാറക്കെട്ടുകളുടെ മുകളിലൂടെ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓരോ പാറയും അത്രയ്ക്ക് വലുത്. ഇതെല്ലാം വെള്ളത്തിൻ്റെ ശക്തിയാൽ ഒഴുകി വന്നതായിരിക്കില്ലേ? 200 അടിയെങ്കിലും ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. ഓരോ മഴക്കാലങ്ങളിലും എത്ര ലക്ഷം ക്യൂബിക് അടി ജലമായിരിക്കും ഇങ്ങനെ താഴേക്ക് പതിക്കുന്നത്? അപ്പോൾ താഴേക്ക് വീഴുന്ന വലിയ പാറകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ശ്രദ്ധിച്ചാൽ ഏറ്റവും മുകളിൽ ഒരു വലിയ പാറ എപ്പോൾ വേണമെങ്കിലും, മിക്കവാറും അടുത്ത മഴക്കാലത്ത്, താഴെ വീഴുന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാം. മരണത്തിൻ്റെ വന്യമായ സൗന്ദര്യം. എത്ര ശാന്തമായിട്ടാണ് ഇപ്പോൾ ജലം താഴേക്ക് പതിക്കുന്നത്. 2021 ഓഗസ്റ്റിൽ 8 അംഗങ്ങളുള്ള കൊച്ചിൻ നേവൽ ബേസിലെ ഉദ്യോഗസ്ഥർ മാർമല വെള്ളച്ചാട്ടം സന്ദർശിച്ചിരുന്നു. അവരിൽ 4 പേർ വെള്ളച്ചാട്ടത്തിൽ അകപ്പെടുകയും ലക്നൗ സ്വദേശിയായ ഒരു ലഫ്റ്റനൻ്റ് കേണൽ വെള്ളച്ചാട്ടത്തിലെ ഒഴുക്കിൽപ്പെട്ട് മരണമടയുകയും ഉണ്ടായി. ഈ പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ വെള്ളച്ചാട്ടത്തിലേക്ക് സാഹസികമായി കയറുന്നത്, വെള്ളച്ചാട്ടത്തിലെ കയത്തിൽ നീന്തണം എന്ന തോന്നലിൽ ചാടുന്നത് എല്ലാം അപകടം വരുത്തി വയ്ക്കുന്നതാണ്. അതിനാൽ ഇവിടെ വരുന്ന എല്ലാ സഞ്ചാരികളും ആത്മനിയന്ത്രണത്തോടെ മുന്നറിയിപ്പുകളെ മാനിച്ച് മുമ്പോട്ട് പോവുക എന്നത് എൻ്റെ അഭ്യർത്ഥന. തിരികെ നടന്നപ്പോഴാണ് ഈ ഒറ്റയടി പാത, മുമ്പെപ്പോഴോ വെള്ളം ഒഴുകിയിരുന്ന ഉരുണ്ട കല്ലുകൾ നിറഞ്ഞ ദുർഘടമായ വഴി ഞാൻ ശ്രദ്ധിച്ചത്. എതിരെ വന്നവരോട് ചോദിച്ചപ്പോൾ അറിഞ്ഞത് ഈ വഴി അവസാനിക്കുന്നത് വെള്ളച്ചാട്ടത്തിൽ നിന്നും വളരെ താഴെയായി സഞ്ചാരികൾക്ക് കുളിക്കാൻ സൗകര്യമുള്ള ഒരു കടവിലേക്കാണെന്ന്. ഈ അരുവിയിൽ കുളി കഴിഞ്ഞ സന്തോഷത്തിൽ തിരിച്ചു വരുന്ന കുറച്ച് ചെറുപ്പക്കാർ, അതിനും ഒരു ഭാഗ്യം വേണം. വീണ്ടും അപകടമരണങ്ങൾ. 2023 ജൂണിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു കോളേജ് വിദ്യാർത്ഥി, 2023 തന്നെ ഡിസംബറിൽ 22 വയസ്സുള്ള ഒരു കോയമ്പത്തൂർ സ്വദേശി. ഏതാനും അടികൾ കൂടി നടന്നാൽ കുളിക്കുന്ന കടവിലേക്ക്. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം ശ്രദ്ധിച്ചോ? പാറക്കല്ലുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകുന്നതിൻ്റെ ശബ്ദം.
ഈ കടവിൽ നിന്നും താഴേക്ക് മറ്റൊരു ചെറിയ വെള്ളച്ചാട്ടം കാണുന്നു. അവിടെ നിന്നുള്ള ശബ്ദമാണ് ഇത്രയും ഉച്ചത്തിൽ കേൾക്കുന്നത്. വെള്ളത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്താ തണുപ്പ്! തണുപ്പ് കാലിലൂടെ ശരീരത്തിലേക്ക് പടരുന്നു. നടന്നു വന്നപ്പോഴുള്ള കിതപ്പും വിയർപ്പും വെള്ളത്തിലിറങ്ങി നിന്നപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് മാറി. കണ്ണുനീർ പോലെ തെളിഞ്ഞ വെള്ളം, വെള്ളത്തിനടിയിലുള്ള ഓരോ മണൽത്തരിയും നമുക്ക് കാണാം. കുളിക്കാൻ വരുന്നവർക്ക് പറ്റിയ കാലാവസ്ഥ. കുളിക്കുമ്പോൾ സഞ്ചാരികളാരും എണ്ണയും സോപ്പും ഉപയോഗിക്കാത്തതിനാൽ വെള്ളത്തിൻ്റെ നിറം മാറിയിട്ടില്ല. ഓരോ മഴക്കാലത്തും ഒഴുകി വരുന്ന ഭീമാകാരമായ പാറക്കല്ലുകൾ. ജലത്തിൻ്റെ ശക്തി വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തുള്ളത് എങ്ങനെ കണക്കാക്കും? പാറക്കെട്ടിന് മുകളിലുള്ള വെള്ളച്ചാട്ടത്തിൽ കുറച്ച് യുവാക്കൾ കുളിക്കുന്നത് കാണാം. മാർമല വെള്ളച്ചാട്ടവും സഞ്ചാരികളുടെ കുളിസ്ഥലവും അതിമനോഹരം. മഴക്കാലത്തെ അതിശക്തിമാനായ മാർമല വെള്ളച്ചാട്ടം കാണണമെന്ന ആഗ്രഹം സുരക്ഷാ ജീവനക്കാരുമായി പങ്കുവച്ചപ്പോൾ അവരുടെ മറുപടി എന്നെ ആശ്ചര്യപ്പെടുത്തി. മഴക്കാലത്ത് സന്ദർശകരെ ഇവിടെ പ്രവേശിക്കാൻ അനുവദിക്കാറില്ല, കാരണം അപകട സാധ്യത. എൻ്റെ എല്ലാ പ്രിയ സഞ്ചാര സുഹൃത്തുക്കളെയും മാർമല വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ക്ഷണിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ.